നമസ്കാരം. ഇറാനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്ത്രപ്രധാനമായ ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് മുൻ US കോൺഗ്രസ് അംഗം മാർജോറി ടൈലർ ഗ്രീൻ ഞായറാഴ്ച എക്സിൽ കുറിച്ച പോസ്റ്റിലായിരുന്നു വൈറ്റ് ഹൌസിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളെക്കുറിച്ച് ഗ്രീൻ പങ്കുവച്ചത്. ആണവായുധം പ്രയോഗിക്കാൻ ഉന്നതതല ചർച്ചകൾ നടത്തുന്ന കാര്യം യാഥാർത്ഥ്യമാണെന്നും ട്രംപ് ഭരണകൂടം ഈ ലക്ഷ്യത്തിനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർ കുറിക്കുകയും ചെയ്തു. എന്നാൽ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ രേഖകളും തെളിവുകളുമൊന്നും തന്നെ ഗ്രീൻ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിൽ ഹോർമോസ് കടലിടുക്കിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിൽ മധ്യപൂർവേഷ്യൻ രാജ്യമായ ഒമാൻ തടസ്സമായി നിൽക്കുകയാണെങ്കിൽ അവരെ ബോംബിട്ട് തകർക്കും എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകി. US ഇറാൻ വെടിനിർത്തൽ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിങ്കളാഴ്ച ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയത്. ഒമാൻ തടസ്സമായി നിന്നാൽ ഞങ്ങൾ അവരെ ബോംബെറിഞ്ഞ് തകർക്കും, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ താൽക്കാലിക നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കരാറിലെത്തുന്നതിനായി ഇറാനിയൻ നയതന്ത്രജ്ഞർ ഒമാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിവരികയായിരുന്നു. മധ്യപൂർവേഷ്യൻ യുദ്ധത്തിലെ പ്രധാന തർക്ക വിഷയങ്ങളിലൊന്നായി മാറിയ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി ഇറാനും ഒമാനും തമ്മിൽ നടക്കുന്ന സമാന്തര ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ട്രംപിന്റെ ഈ പ്രതികരണം. ഫോക്സ് ന്യൂസ് മാധ്യമപ്രവർത്തകൻ ട്രേ യങ്സ്റ്റർ പ്രസിഡന്റുമായുള്ള അഭിമുഖത്തിന് ശേഷം എക്സിൽ കുറിച്ചതനുസരിച്ച് ഇറാൻ വെളുത്ത പതാകയുയർത്തി കീഴടങ്ങണം എന്നും ട്രംപ് പറഞ്ഞു. അവർ മിടുക്കരായ പോക്കർ കളിക്കാരാണ്, പക്ഷേ അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ട്രംപ് കൂട്ടിച്ചേർത്തു. എനിക്ക് പ്രത്യേക സമയപരിധികളൊന്നുമില്ല, ട്രംപ് പറഞ്ഞു. ഞാൻ ഒരു ധൃതിയിലുമല്ല. വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ എൻ്റെ ചിന്തകളെ തന്നെ സ്വാധീനിക്കുന്നില്ല. ഇതുകൂടാതെ ട്രൂത്ത് സോഷ്യലിലെ മറ്റൊരു കുറിപ്പിൽ ഇറാൻ ഒരിക്കലും അണുവായുധം കൈവശപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് USന്റെ പ്രധാന ലക്ഷ്യമെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ഇറാന്റെ കൈവശം ഒരു തരത്തിലും അണുവായുധം ഉണ്ടാകരുത് എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം, അദ്ദേഹം കുറിച്ചു. എന്തായാലും USഉം ഇറാനും തമ്മിലുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ അവസാനിക്കാറായ ഘട്ടത്തിലാണ് ഈ പ്രസ്താവനകൾ പുറത്തുവരുന്നത്. എന്തായാലും ഇറാനെ തകർക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ട്രംപ് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ ആക്രമണ സൂചനകളുമായി ട്രംപ് ഭരണകൂടം രംഗത്ത് വന്നിരുന്നു. ഇതിനൊക്കെ പിന്നാലെ ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാനും രംഗത്തെത്തിയത്. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്.